നമസ്കാരം. കഴിഞ്ഞ ദിവസം ബഹ്റിനിലെ പ്രവാസി സംഗമ ചടങ്ങിൽ വ്യവസായിയായിട്ടുള്ള MA യൂസുഫ് അലി ബഹ്റിൻ ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു വിരുന്നിനെ കുറിച്ച് പറയുകയും ആ കൊട്ടാരത്തിൽ വെച്ചൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലായിരുന്നു? ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രത്യേകം ഉച്ചഭക്ഷണം അദ്ദേഹം വിളിക്കുകയുണ്ടായി. ഞങ്ങൾ പോയി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, താങ്ക് യു വെരി മച്ച് ഓണറബിൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ലഞ്ച്. അപ്പോൾ പറഞ്ഞു, നോ, വി ആർ ഹോണേഡ് ടു റിസീവ് യു ഇൻ മൈ പാലസ് ബിക്കോസ് യു ആർ റെപ്രസെൻറ്റിംഗ് ദ മലയാളി കമ്മ്യൂണിറ്റി എന്ന്. കേട്ടല്ലോ, ഉപപ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സ്വീകരണം. ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ മുഖ്യമന്ത്രിയെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്ത ആ ദൃശ്യം കണ്ടാൽ കേരളത്തിലെ പല ഡീഗ്രേഡ് മൊയ്ന്തുകളെ സംബന്ധിക്കുന്നിടത്തോളം ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ്. അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരിഗണന, അതും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിന്റെ ഇന്നത്തെ വളർച്ചയെല്ലാം മുൻനിർത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിയെ അവരുടെ നാട്ടിൽ കൊട്ടാരത്തിലേക്കൊക്കെ ക്ഷണിച്ച് ഒരു ലഞ്ച് കൊടുക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ, അതായത് പിണറായി വിജയനെതിരെയും ഈ സർക്കാരിനെതിരെയും വലിയ ഡീഗ്രേഡ് ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന മൊയ്ന്തുകൾ കുഴഞ്ഞു വീഴും. ഉറപ്പായിട്ട് ആംബുലൻസ് വിളിച്ചിട്ടിട്ട് ഈ ദൃശ്യം കാണാം. ബഹ്റിൻ ഉപപ്രധാനമന്ത്രി അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയല്ല, അങ്ങനെ ഒരു പദവിയും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കല്ല കൊടുത്തിരിക്കുന്നത്. കേവലം ഒരു സ്റ്റേറ്റിലെ ഭരണാധികാരിക്ക് ഈ സ്വീകാര്യത കിട്ടുകയും കേരളത്തിന് ഇത് കൊടുക്കുന്നത് അതൊരു ഓണറാണ്, അല്ലെങ്കിൽ ആ കേരളത്തിന്റെ നൽകേണ്ടത് അവരുടെ അവകാശമാണ്, അതൊരു ആദരവാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്ത വിവരത്തെക്കുറിച്ച് യൂസുഫ് അലി പറയുകയും അതിന്റെ പിന്നാലെ ഈ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ കേരളം എന്ന നാട്ടിൽ മലയാളികൾ തിങ്ങി പാർക്കുന്നിടത്ത് മലയാളികളെ ഈ നാടിന്റെ മഹിമ കൊണ്ട് എത്രമാത്രം ഓരോ രാജ്യവും സ്വീകരിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ആ നാടിന്റെ ഭരണാധികാരിക്കും അവർ എത്രമാത്രം ആദരവും ബഹുമാനവും കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതെന്തുകൊണ്ടാണ്? ഈ നാടിനെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ ഇവിടത്തെ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞു. അത് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ നാട്ടിലെ മലയാളികൾക്കും അർഹിക്കുന്ന വില കിട്ടുന്നത്. ചിലയിടങ്ങളിലൊക്കെ പ്രശ്നമില്ല എന്നല്ല, പക്ഷേ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി ആഗോളതലത്തിൽ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ കണ്ടത്. ഇത് ചിലരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ അത് ഉണ്ടാക്കിയതിനു ശേഷം മാറിയിരുന്ന് കരയാനല്ലാതെ മറ്റ് നിർവാഹമില്ല. ഈ രീതിയിലൊക്കെ ഒരു ഉപപ്രധാനമന്ത്രി സ്വീകരണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവരുടെ ഇടയിലേക്കൊക്കെ ഒരു കേരളം എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭരണത്തലവന്മാർക്കെല്ലാം വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ഇതിലൂടെ തെളിയുന്ന ഒരു കാര്യമുണ്ട്, ഡീഗ്രേഡ് മൊയ്ന്തുകൾ എത്രത്തോളം കുപ്രചരണങ്ങൾ നടത്തിയാലും നിങ്ങളുടെ സ്വാധീനത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഈ നാടിനെ അപമാനിക്കാൻ, ഈ നാടിന്റെ ഭരണ നേതൃത്വത്തെ കുറിച്ച് എത്ര വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ലോകത്താകമാനമുള്ളവർ ഈ നാടിന്റെ വളർച്ചയെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ആ വീക്ഷിച്ചതിന് ശേഷം അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയോട് അവർക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ആ ദൃശ്യമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് കുരുപൊട്ടലുകാർ ഒരു സൈഡിൽ അത് തുടരട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ പലയിടങ്ങളിലും കുതിച്ചുയർത്തുന്ന രംഗമാണ് ആ ദൃശ്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്.